ഒരു ടീച്ചർ എന്ന നിലയിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയൊരു അസറ്റായിട്ട് ഞാൻ കരുതുന്നത് നിങ്ങളെപ്പോലെയുള്ള നല്ല വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ 15 വർഷമായിട്ടുള്ള എൻ്റെ ടീച്ചിങ് കരിയറിൽ ഒരുപാട് വിദ്യാർത്ഥികളെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഷെയർ ചെയ്യാനും സാധിച്ചു. ഇന്ന് അവരെല്ലാം ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും എല്ലാം ഉണ്ട്. പലപ്പോഴും ഈ കഴിഞ്ഞു പോയ കാലങ്ങളിൽ പഠിച്ചു പോയ വിദ്യാർത്ഥികൾ പിന്നീട് വിളിക്കുമ്പോഴോ കാണാൻ വരുമ്പോഴോ ഒക്കെ അവരോട് ഞാൻ പറയുന്നൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികളെ നിങ്ങളൊന്ന് കാണണം. അവരുമായിട്ട് നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. സ്ഥാപനത്തിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചു പോയ പലരും വരുമ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും അത് നൽകുന്ന ഒരു ഊർജമുണ്ട്. അവരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുമ്പോൾ അവർ ഏതൊക്കെ മേഖലകളിലൂടെ കടന്നുപോയി എന്നുള്ളതൊക്കെ അവർ ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അതൊരു വലിയ മോട്ടിവേഷൻ തന്നെയാണ്. അങ്ങനെ ഒരുപാട് പേരെ പലപ്പോഴും ഞാൻ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നിങ്ങളുമായിട്ട് എൻ്റെ പഴയ കുറച്ച് വിദ്യാർത്ഥികളുടെ എക്സ്പീരിയൻസും അതുവഴി കോമ്പറ്റേറ്റീവ് എക്സാമുകൾ പോലെയുള്ള വലിയ വലിയ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന കുറച്ച് ടിപ്സും തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ കുട്ടികളുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോവാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ജോ ജെയിംസ്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയർ റെസിഡൻ്റ് ആണ്. 2007 കേരള മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. 2005-2006 ഫിസിക്സ് എന്നെ സലാം സാറാണ് പഠിപ്പിക്കുകയുണ്ടായത്. സാറിൻ്റെ ക്ലാസ്സും നോട്ട്സുമാണ് പ്രധാനമായും ഞാൻ ഫിസിക്സിന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സാറിൻ്റെ ഗൈഡൻസും ക്ലാസ്സസും എനിക്ക് വളരെയേറെ ഹെൽപ്ഫുൾ ആയിരുന്നു. സാറിൻ്റെ ഈ ഓൺലൈൻ ക്ലാസ്സിന് എൻ്റെ വക എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ നിള. ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാണ്. MSc ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് വെഞ്ഞാറമൂടാണ് പഠിക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫിലെടുത്ത വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. 10th കഴിഞ്ഞ് പ്രത്യേകിച്ച് ഒരു മലയാളം മീഡിയം സ്റ്റുഡൻ്റായ ഞാൻ +1 വരുമ്പം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യണം ആസ് എ എൻട്രൻസ് കോച്ചിങ് കം ട്യൂഷൻ സെൻറ്റർ എന്നുള്ളൊരു വലിയ കൺഫ്യൂഷന് എനിക്ക് കിട്ടിയ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഉത്തരമായിരുന്നു ക്ലാസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എനിക്ക് സയൻസ് സബ്ജക്റ്റുകളോട് ബേസിക് ആയിട്ടുള്ള ഒരു നോളജ്, ബേസിക്കായിട്ട് ഓരോ സബ്ജക്റ്റിനോടും ഇഷ്ടം എല്ലാം ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞത് ഞാൻ ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നതുകൊണ്ട് മാത്രമാണ്. ബിക്കോസ് പ്രത്യേകിച്ച് ഒരു ബയോളജി സയൻസ് സ്റ്റുഡൻറ്റിന് പ്രത്യേകിച്ച് ഈ കെമിസ്ട്രി, ഫിസിക്സ് ഇങ്ങനെയുള്ള സബ്ജക്റ്റ്, പ്രത്യേകിച്ച് മാത്സ്, ഇതിനോടൊക്കെ ഒരു ചെറിയൊരു വിരക്തി തോന്നാൻ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രത്യേകിച്ച് സലാം സാറിൻ്റെ ഫിസിക്സ് ക്ലാസ്സുകളാണ് എനിക്ക് ബയോളജിയേക്കാൾ കൂടുതൽ ഫിസിക്സിനോട് ഒരു ഇഷ്ടവും താല്പര്യമൊക്കെ വരാൻ ഹെൽപ്പ് ചെയ്തത്. ബിക്കോസ് നമ്മളിപ്പം ഒരു മെഡിക്കൽ എൻട്രൻസ് ലെവലിൽ പോവുകയാണെങ്കിൽ കൂടി നമുക്ക് ബയോളജി എന്നുള്ള സബ്ജക്റ്റ് നമുക്ക് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു ബൈ ഹാർട്ട് ആക്ച്വലി. പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്റ്റുകൾ വളരെ തറോ ആയി ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട സബ്ജക്ട്സാണ്. അത് കറക്റ്റായിട്ട് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് എൻട്രൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ നീറ്റ് എൻട്രൻസ് നമുക്ക് പാസ്സായിട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് ഏറ്റവും ബേസിക്കായിട്ട് എൻ്റെ ലെവൽ ഓഫ് നോളജിനെ കീപ്പ് ചെയ്യാൻ സഹായിച്ചത് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ്സുകൾ തന്നെയാണ്. അവിടുത്തെ സാറന്മാരാണ്. പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ സബ്ജക്ട്സ് എടുത്ത സാറന്മാർ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവരുടെ ഹെൽപ്പ് കൊണ്ട് തന്നെയാണ് എനിക്ക് +2 ഫുൾ A+ സ്കോർ ചെയ്യാനും എൻട്രൻസ് ഫസ്റ്റ് ചാൻസിൽ തന്നെ ബിലോ 2000, സെക്കൻഡ് ചാൻസിൽ ബിലോ 1000 വന്ന് എനിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എൻ്റെ MBBS പഠനം പൂർത്തീകരിക്കാനും കഴിഞ്ഞു. ഈവൻ എൻ്റെ PG എൻട്രൻസിൻ്റെ സമയത്ത് പോലും അവിടെ നിന്ന് കിട്ടിയ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡിയാണ് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നത്. എനിക്ക് എല്ലാ കാലത്തും എൻ്റെ പഠനത്തിന് ഒരുപാട് ബേസിക് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് സ്റ്റഡി എനിക്ക് രൂപപ്പെടുത്തി തന്നത് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അതുകൊണ്ട്
നിങ്ങൾ സ്റ്റുഡൻസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം നമ്മുടെ ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് SL ക്ലാസ്സസ് ഓൺലൈൻ എന്നുള്ള പേരിൽ ഒരു ഓൺലൈൻ ആയിട്ടുള്ള വെഞ്ചർ തുടങ്ങാൻ പോവുകയാണ്. അത് നിങ്ങൾ സ്റ്റുഡൻസിന് കിട്ടിയ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മൾ പഠിച്ച സമയം പോലെയല്ല, ഇപ്പോൾ ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരുപാട് ബ്രാഞ്ചസ് ആയി. ഞങ്ങൾ പഠിക്കുമ്പോൾ വളരെ ചുരുക്കം ബ്രാഞ്ചസുകൾ. ഞങ്ങൾ ഫസ്റ്റ് ബാച്ചിലെ വൺ ഓഫ് ദ സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അപ്പം ഇപ്പം എനിക്ക് തരാനുള്ള വലിയൊരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്ലാറ്റ്ഫോം ഈ ലോക്ക്ഡൗൺ സമയത്തും ഈ ഒരു കൊറോണ എപ്പിഡമിക്കിൻ്റെ സമയത്തും ഈ ഒരു പ്ലാറ്റ്ഫോം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണ്. ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ വെഞ്ചറായിട്ടുള്ള SL ഓൺലൈൻ ക്ലാസ്സസ്, പ്രത്യേകിച്ച് സലാം സാറിൻ്റെ ഫിസിക്സ് ക്ലാസ്സസ്, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. SL ഓൺലൈൻ ക്ലാസ്സസിന് എനിക്ക് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങൾ ഞാൻ നേരുകയാണ്. സുഹൈൽ, ഞാൻ സലാം സാറിൻ്റെ ആദ്യ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു. സലാം സാർ തിരൂരിൽ ക്ലാസ് എന്ന സ്ഥാപനം തുടങ്ങിയപ്പോൾ +1 +2 കോച്ചിങ്ങിനായിട്ട് ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സലാം സാറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം എടുത്തിരുന്ന സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു. പൊതുവെ വിദ്യാർത്ഥികൾക്കെല്ലാം ചിലപ്പോഴെങ്കിലും ഡിഫിക്കൽട്ടായ ഒരു സബ്ജക്റ്റായിരുന്നു ഫിസിക്സ്. പക്ഷെ അതിൻ്റെ എല്ലാവിധ ബേസിക് മുതൽ അഡ്വാൻസ് ലെവൽ ക്ലാസ്സുകൾ വരെ എല്ലാവർക്കും ഗ്രാസ്പ് ചെയ്യുന്ന രീതിയിൽ, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു സലാം സാർ ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിയുടെ പുതിയ സംരംഭമാണ് SL ക്ലാസ്സസ്, യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ +1 +2 വിദ്യാർത്ഥികൾക്കും ഫിസിക്സിലെ ഏതൊരു സങ്കീർണമായ ഒരു കോൺസെപ്റ്റുകളും സബ്ജക്റ്റും നിങ്ങളുടെ ഫിസിക്സ് ക്ലാസ്സിനുമായി ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. സാറ് നിരന്തരമായിട്ട് ഫിസിക്സ് കവർ ചെയ്യുന്ന രീതിയിൽ, ഫിസിക്സിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്ന രീതിയിൽ സാർ ആ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഗോ ടേക്ക് എ ലുക്ക്. ഓൾ ദ ബെസ്റ്റ് സലാം സാർ ഫോർ യുവർ ന്യൂ വെഞ്ചർ. താങ്ക്സ്. ഹലോ, എൻ്റെ പേര് ശില്പ. ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിനിയാണ്. 3 വർഷം സാറിൻ്റെ ക്ലാസ്സിലിരുന്ന സ്റ്റുഡൻ്റ് എന്ന നിലയിൽ സലാം സാറിൻ്റെ വേ ഓഫ് ടീച്ചിങ് എനിക്ക് വളരെ ഫെമിലിയറാണ്. സാറിൻ്റെ ക്ലാസ്സുകൾ +2-നാണെങ്കിലും എൻട്രൻസിനാണെങ്കിലും എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഫിസിക്സിനോടൊരു ഇഷ്ടം തോന്നാനും അത് എളുപ്പമാക്കാനും സാറിൻ്റെ ക്ലാസ്സുകൾ വളരെ സഹായിക്കും. അതുകൊണ്ട് തന്നെ സാറിൻ്റെ ഈ പുതിയ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഹായ് ആൾ, എൻ്റെ പേര് നവാസ് എന്നാണ്. ഞാൻ ബാംഗ്ലൂരിലെ ബോഷ് എന്ന കമ്പനിയിൽ എനർജി എഫിഷ്യൻസി എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. ഇന്ന് ഞാൻ എന്തുകൊണ്ട് എനർജി റിലേറ്റഡ് ഫീൽഡ് വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമായിട്ട് പറയാൻ പറ്റുന്നത് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റിൽ ഒന്നായിട്ട്, ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് സബ്ജക്റ്റായിട്ട് ഫിസിക്സ് വന്നു എന്നുള്ളതാണ്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവുന്ന ഒരു സബ്ജക്റ്റല്ല ഫിസിക്സ് എന്ന് എനിക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ഫിസിക്സ് ഇഷ്ടമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമായിട്ട് പറയാൻ പറ്റുന്നത് എൻ്റെ ഹയർ സെക്കൻഡറി കാലഘട്ടത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായിട്ടുള്ള സലാം സാറ് എന്നെ ഫിസിക്സ് പഠിപ്പിച്ചു എന്നുള്ളതാണ്. 2009-2011 കാലഘട്ടത്തിൽ സാറിൻ്റെ സ്റ്റുഡൻ്റായിട്ട് ഫിസിക്സ് പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സാറിൻ്റെ ക്ലാസ്സുകൾക്കൊക്കെ ഭയങ്കര പ്രത്യേകതയുണ്ട്. സാറിന് ഈ കൺസെപ്റ്റുകളൊക്കെ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവും, അത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവും, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സാറിൻ്റെ കഴിവും, ഈവൻ സാർ ആ ബോർഡ് യൂസ് ചെയ്യുന്ന സ്റ്റൈൽ പോലും ഭയങ്കര നമ്മളൊക്കെ ക്ലാസ് ഫോളോ ചെയ്യാനും നമ്മൾ ക്ലാസ്സിൽ എൻഗേജ് ചെയ്യിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഫിസിക്സിൽ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ പഠിക്കാനുണ്ടെന്നും ഫിസിക്സിൻ്റെ വേൾഡ് ഇത്രത്തോളം വൈഡ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആണെന്നും നമ്മളെ ബോധ്യപ്പെടുത്തി തന്നതൊക്കെ സലാം സാറാണ്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സുകൾ ശരിക്കും പറഞ്ഞാൽ ഇന്നും നമ്മൾ മിസ് ചെയ്യാറുണ്ട്. സാറിൻ്റെ നോട്ട്സൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ച നോട്ട്സുകളൊക്കെ സലാം സാറിൻ്റെ നോട്ട്സുകളാണ്. എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ നോക്കാനും വായിക്കാനും ഒക്കെ ഇഷ്ടമുള്ള നോട്ട്സുകളൊക്കെയാണ് സലാം സാറിൻ്റെത്. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൻ്റെ പഠന രീതിയാണ്. സാറും പുതിയ കാലഘട്ടത്തിൻ്റെ പഠന രീതിയിലേക്ക് മാറിയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ SL ക്ലാസ്സസ് എന്ന പേരിൽ ഒരു പുതിയ സംരംഭം തുടങ്ങിയതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇന്ന് പഴയ പോലെയല്ല പഠന രീതികൾ. പുതിയ സാങ്കേതിക വിദ്യകളും പുതിയ ടെക്നോളജികളും ഉപയോഗിച്ചിട്ടുള്ള പഠന രീതികളാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. SL ക്ലാസ്സസ് ഈ ലോകത്തേക്ക്, ഫിസിക്സിൻ്റെ ലോകത്തേക്ക് കൊണ്ടുവരാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ഭാഗങ്ങളും നേരുവാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ഷാലിപ്പി. ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ 2ാം വർഷം MBBS വിദ്യാർത്ഥിയാണ്. കൊറോണ പോലെ നമ്മുടെ സ്കൂളുകളിലെയും അതുപോലെ ട്യൂഷൻ ക്ലാസ്സും എല്ലാം മുടങ്ങിയിരിക്കുന്നൊരവസ്ഥയാണ്. സോ നീറ്റ് JEE തുടങ്ങിയ എക്സാമുകൾക്കെല്ലാം
ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് ഫിസിക്സ്. ഫിസിക്സിനൊരു ഓൺലൈൻ ക്ലാസ് സലാം സാറ് തുടങ്ങിയിട്ട് ഞാൻ അറിഞ്ഞു. ഞാനും സലാം സാറിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു ഒരു 3 കൊല്ലത്തോളം. അപ്പോൾ ഫിസിക്സിനെ ഇക്വേഷൻസും തിയറീസും അല്ലാണ്ട് കൺസെപ്റ്റ് പരമായിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നതും ഞാൻ പഠിച്ചെടുത്തതും സലാം സാറിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ സാറിൻ്റെ ഐഡിയാസും സാറിൻ്റെ കൺസെപ്റ്റ്സും മാത്രം മതി നമുക്ക് നീറ്റ് JEE പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കെല്ലാം സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ. ബോർഡ് എക്സാമൊക്കെ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആരും ഫിസിക്സിനെ മനഃപ്പാടമാക്കി പഠിക്കാൻ ശ്രമിക്കരുത്. എല്ലാവരും കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. സാറ് എപ്പോഴും നമുക്ക് ഡൗട്ട് ചോദിക്കാമെന്ന് പറയുന്ന ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും സാറ്. അത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. സാറിൻ്റെ ക്ലാസ് ഇരുന്നാൽ തന്നെ മനസ്സിലാവും. ഞാനൊക്കെ അങ്ങനെ പഠിച്ചു വന്നതാണ്. ഞാനൊക്കെ സാറിന് കുറേ ഡൗട്ടൊക്കെ ചോദിച്ചു, കുറേ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് വന്നതാണ്. സോ ആരും ഞാൻ പറഞ്ഞു, ഫിസിക്സ് ആരും മനഃപ്പാടമാക്കി പഠിക്കരുത്. എല്ലാവരും കൺസെപ്റ്റ്സ് അറിഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുക. നീ NCERT നന്നായിട്ട് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. സോ എല്ലാവരും പ്രീവിയസ് ഇയർ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സാറിനും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. ഹായ്, ഞാൻ ചിന്നേഷ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ സലാം സാറുടെ ഈ വെഞ്ചറിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എൻ്റെ +1 +2 റിപ്പീറ്റിംഗ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരുപാട് കേൾക്കാൻ കൊതിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് സാറിൻ്റേത്. എന്നിലേക്ക് ഫിസിക്സിനെ ചേർത്ത് വെക്കുന്നത് സാറിൻ്റെ ക്ലാസ്സുകളാണ്. ഇപ്പോൾ ഈ ക്ലാസ്സുകൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മുമ്പിൽ ഓൺലൈൻ വഴി എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അത് മാക്സിമം ഉപയോഗിക്കുക. ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു. എൻ്റെ എല്ലാ നല്ല വിദ്യാർത്ഥികളും ഇതുപോലെ ജീവിതത്തിൻ്റെ വലിയ വലിയ ഉയരങ്ങളിൽ എത്തിപ്പെടട്ടെ എന്നും, നിങ്ങൾ ഏത് മേഖലയിൽ എത്തിപ്പെട്ടാലും അവിടെ നിങ്ങൾക്ക് ജീവിതം സക്സസ്ഫുൾ ആക്കി മാറ്റാൻ പറ്റട്ടെ എന്നും വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ വരും വർഷങ്ങളിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് മോട്ടിവേഷൻ ആകുന്ന തരത്തിൽ വീണ്ടും കാണാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്